ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനാദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തു. അതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ പച്ചമുളകും പിന്നെ സവാളയും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് വേറൊരു പേസ്റ്റും നല്ലോണം അരച്ചെടുത്തിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല കയ്യിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അരമണിക്കൂർ അത് കിടന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ ബിരിയാണി റൈസ് ഒന്ന് കഴുകി ഇളക്കി അതും അരമണിക്കൂറത്തേന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴത്തേക്ക് ഞാൻ കലത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സവാള വേണം കുറച്ച്. പിന്നെ ഞാൻ ഒരു കാര്യം മറന്നുപോയി, കലത്തിലേക്ക് വെള്ളത്തിൻ്റെ കൂടെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, ഈ കുരുമുളകെല്ലാം ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ തക്കാളിയും സവോളയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ചെമ്പെടുത്തിട്ട്. എന്നിട്ട് അതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ചിക്കനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിപ്പഴം അത് ഇച്ചിരി തോന്നിട്ട് കൊടുത്തു, അതും സീരിയസ് ഇല്ല. അതിനുശേഷം നമ്മൾ ഇത്തിരി തൈരൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ശേഷം നമ്മുടെ ചിക്കൻ അതിനകത്തോട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതൊരു അരമണിക്കൂറത്തിന് റെസ്റ്റിന് വെക്കാം. എന്നിട്ട് നമ്മുടെ അരി കഴുകി വെച്ച അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് കുതിർന്ന അരിയാണ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് കുറച്ച് നേരം വെന്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഊറ്റിയെടുക്കാം. പകുതി വേവായിട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മളവിടെ ഇളക്കി വെച്ചിരുന്നതെടുത്ത് അടുപ്പിൽ വെക്കാം. പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട് എടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരിങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ മുന്തിരിയും കാഷ്യൂ നട്ടും എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തു മാറ്റിയെടുത്തു. അങ്ങനെ ഇത് കണ്ടില്ല, ഇങ്ങനെ ബോളായിട്ട് വരുന്നത്. അങ്ങനെ ഇത് രണ്ട് സൈഡിലും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് പോയതിന് ശേഷം നമ്മുടെ ചിക്കൻ നോക്കിയപ്പോഴത്തേക്ക് അത് പാതി വേവായിരുന്നു ചിക്കനും. അതിനുശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്തു, നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ കുറച്ച് നമ്മുടെ നെയ്യ് ഒഴിക്കണം. അപ്പം ഞാൻ കുറച്ച് മുമ്പ് നെയ്യ് വെച്ചാണ് ഇതെല്ലാം പൊരിച്ചത്. അപ്പം നെയ്യ് ഇതിനകത്തേക്ക് അതിനകത്തുനിന്ന് ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് അത്രയും, കാരണം നമ്മൾ നേരത്തെ ഇതിനകത്തൊക്കെ ഇട്ടതാണ്, എന്നാലും കുറച്ച് മല്ലിയിലും കൂടെ ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില അത് നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഒന്ന് അരമണിക്കൂർ വേണ്ട, ഒരു 10-20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് തുറന്ന് വെക്കുക. എൻ്റെ അമ്മോ വല്ലാത്തൊരു മണമാണ്. നമ്മൾ കുറച്ചൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അടിയിൽ നിന്ന് കളർ ഇളകാൻ വേണ്ടി. കാരണം ചിക്കനകത്തല്ലേ മഞ്ഞപ്പൊടിയൊക്കെ തോന്നി നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കളറൊക്കെ കണ്ടില്ലേ മുകളിലോട്ട്